നമസ്കാരം. 1200 ആണ്ട് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം, അതായത് 13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലാണ് മേട രവി സംക്രമം, അതായത് നമ്മുടെ വിഷു വരുന്നത്. ഈ വിഷുവിന് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഫലം പറയുന്നത് ഈ വർഷം 2 പറയാണ്. 2 പറ എന്ന് പറയുമ്പോൾ വർഷം 2 പറയാകയാൽ 20-ൽ 10, അതായത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും 20-ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കിയിട്ട്. അപ്പോൾ 20 പറ എന്ന് പറയുമ്പോൾ 20-ൽ 10 ഭാഗമാണ് നമ്മുടെ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ 10 ഭാഗത്തിൽ 6 ഭാഗം വനപർവ്വത പ്രദേശങ്ങളിലാണ് വർഷമായിട്ട് പെയ്യുന്നത്. ബാക്കി നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. അതനുസരിച്ചിട്ടുള്ള വിഷു ഫലമാണ് നമ്മളിവിടെ ഓരോ രാശിക്കാർക്കും പറയുന്നത്. അത് പ്രകാരം മേടം രാശി തൊട്ട് നമ്മൾ 12 രാശിക്കാരുടെയും വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമാകുന്നൊരു വിഷു വർഷക്കാലം തന്നെയാണ് ഈ 2025 നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നൊരു വർഷമല്ല ഇത്. പൊതുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭരണരംഗത്തിരിക്കുന്ന തലവന്മാർക്ക് പോലും ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാർത്ഥനയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നോക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റെടുക്കാനായിട്ട് നോക്കുക. മേടം രാശി വിഷു സംക്രമഫലം 2025 വിഷു സംക്രമം. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മേടസംക്രമ വിഷുഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വ്യാഴം മീനം രാശിയിൽ നിന്ന് പിന്നീട് മേടത്തിലേക്ക് മാറുകയും മെയ് 14 മേടത്തിലേക്ക് മാറുകയാണ്. പൊതുവെ ഇവർക്ക് ശനി 12-ൽ 7.5 ശനി കാലഘട്ടം കൂടിയാണ്. പൊതുവെ അനുകൂലമാണ് എങ്കിൽ പോലും വ്യാഴം ഇവർക്ക് ദോഷപ്രദനായിരിക്കുന്നു, ശനി ഇവർക്ക് ദോഷത്തിലാണ്. 7.5 ശനിയുടെ കാലഘട്ടം എന്ന് പറയുന്ന 12-ലെ ശനി കുറച്ച് ദോഷഫലങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലി ആഗ്രഹിക്കുന്നവർക്ക്, തൊഴിൽ രംഗത്തൊക്കെ നല്ല ഒരു ഉയർച്ചയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ കുറേ മാസങ്ങൾ അത് ലഭിക്കുന്നതാണ്. പുരോഗതിയൊക്കെ കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന വ്യാപാരികൾക്കും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ തൊഴിൽ നേട്ടങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാം. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വിഷു വർഷം തന്നെയാണ് ഈ 2025. കർമ്മരംഗത്ത് ധാരാളം പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ വെല്ലുവിളികൾ നേരിടാനായിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക ബലം കിട്ടുന്ന, ആത്മബലം കൂട്ടാനുള്ള പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരാം. സ്വയം തൊഴിൽ ചെയ്യുന്ന ചെറുകിട സംരംഭകർക്കൊക്കെ നല്ല ഒരു കാലം തന്നെയാണ് ഈ ഒരു വിഷു വർഷം കൊണ്ടുവരുന്നത്. പുതിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്.